ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം. വനിതാ ഹോക്കിയാണ് വനിതാ ഹോക്കി കിരീടം ഇന്ത്യക്ക്. റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതി. റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് തെളിമ. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ്. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സീപ്ലെയിൻ. രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യന്മാരായത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യന്മാരായത് മലപ്പുറം. 2024 JCB പുരസ്കാരം നേടിയത് ഉപമന്യു ചാറ്റർജിയാണ്. 2024 JCB പുരസ്കാരം നേടിയത് ഉപമന്യു ചാറ്റർജിയാണ്. ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ലോറൻസോ സെർച്ച് for the meaning of life. ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് 2024 JCB പുരസ്കാരം ലഭിച്ചത്. ഉപമന്യു ചാറ്റർജിക്കാണ് ലഭിച്ചത്. ഏത് കൃതിക്കാണ്? ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ്. 2023 പെരുമാൾ മുരുകനാണ് JCB പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ആലണ്ട പാച്ചി എന്ന കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡിനാണ് 2023 പെരുമാൾ മുരുകന് JCB പുരസ്കാരം ലഭിച്ചത്. 2023 സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയേൽ പുരസ്കാരം നേടിയത് ഷാജി N കരുണാണ്. 2023 പുരസ്കാരം 2024 കൊടുക്കുന്നത്. 2022 ലഭിച്ചത് TV ചന്ദ്രനാണ്. 2022 TV ചന്ദ്രനാണ് ലഭിച്ചത്. 2021 KP കുമാരൻ. 2020 P ജയചന്ദ്രൻ. ഓക്കെ, 2022, 2023 ഓർത്തു വയ്ക്കണം. TV ചന്ദ്രനും 2023 ഷാജി N കരുണുമാണ്. 2023 അവാർഡ് നൽകുന്നത് 2024. കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന പുരസ്കാരം നേടിയത് ആരാണ്? പായൽ കപാഡിയാണ്. പായൽ കപാഡിയ നമുക്കറിയാം. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായകയാണ് പായൽ കപാഡിയ. നമ്മുടെ കന്നിക്കുസൃതിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓക്കെ, ആ സിനിമയുടെ സംവിധായകയായ പായൽ കപാഡിയയ്ക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന പുരസ്കാരം ലഭിച്ചത്. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അതെ, ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആദ്യം നമുക്ക് ബ്രിക്സ് ഉച്ചകോടി എന്നാണ് സ്ഥാപിതമായതെന്ന് നോക്കാം. ബ്രിക്സ് എന്നാണ് സ്ഥാപിതമായത്? 2009 ബ്രിക്സ് സ്ഥാപിതമായത്. ഇനി ബ്രിക്സിലുള്ള അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. എന്നാൽ 16ാമത്തെ ഉച്ചകോടിയോടുകൂടി ബ്രിക്സിൻ്റെ 16ാമത്തെ ഉച്ചകോടിയോടുകൂടി 16ാമത്തെ ഉച്ചകോടി ഏത് വർഷമാണ് നടന്നത്? 2024. 4 രാജ്യങ്ങൾ കൂടി ഇതിൽ അംഗത്വം നേടി. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ?
ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE. ഓക്കെ, ഈ ഈജിപ്റ്റ്, എത്യോപ്യയും ഇറാനും UAEയും കൂടി 16ാമത്തെ ഉച്ചകോടിയിൽ ഈ ബ്രിക്സിൽ അംഗത്വം നേടി. ആദ്യത്തെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരായിരുന്നു ആദ്യത്തെ അംഗങ്ങൾ. ബ്രിക്സ് BRICS, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഈ 5 രാജ്യങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ 2024 ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങൾ കൂടെ ബ്രിക്സിൽ അംഗത്വം നേടി. ഓക്കെ, ഇനി 16ാമത്തെ ഉച്ചകോടി എവിടെ വെച്ചാണ് നടന്നത്? കസാനിൽ വെച്ചായിരുന്നു. 16ാമത്തെ ഉച്ചകോടി നടന്നത്. കസാൻ എവിടെയായിരുന്നു? റഷ്യയിലെ കസാനിൽ വെച്ചായിരുന്നു 16ാമത്തെ ഉച്ചകോടി നടന്നത്. റഷ്യയിലെ കസാനിൽ വെച്ച്. എന്നാൽ 15ാമത്തെ ഉച്ചകോടി എവിടെയായിരുന്നു? 2023 15ാമത്തെ ഉച്ചകോടി നടന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലാണ് 15ാമത്തെ ഉച്ചകോടി നടന്നത്. 16ാമത്തെ ഉച്ചകോടി കസാൻ റഷ്യയിലെ കസാനിൽ വെച്ചായിരുന്നു. ഓക്കെ, അടുത്തായി നമുക്ക് 2020 ഇനി നമുക്കിതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അപ്പോൾ നമുക്ക് ആദ്യത്തെ വായിച്ച് നോക്കാം. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്, അല്ലേ? റഷ്യയിലെ കസാനിൽ വെച്ച് നടന്നത് 16ാം ഉച്ചകോടിയാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. അല്ലല്ലോ, ചൈനയിലല്ല, റഷ്യയിലാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇല്ല, ബ്രിക്സിന് ഒരു ആസ്ഥാനം ഇല്ല. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അത് ശരിയാണ്, 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. അപ്പോൾ ഏതാണ് ശരി? 1ഉം 4ഉമാണ് ശരി, അല്ലേ? 1ഉം 4ഉം മാത്രം. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്, അല്ലേ? അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? വിജാഗിരി പോലെ, അല്ലേ? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയും, അല്ലേ? അതിനെന്താ പറയുക? വിജാഗിരി സന്ധി. C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ട്രക്കിയ. ജീവികളും ശാസ്ത്രനാമവും തന്നിട്ടുണ്ട്. പൂച്ച, നായ, കാക്ക, മയിൽ. അതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് നമുക്ക് കാണേണ്ടത്. ആദ്യത്തെ നോക്കാം. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കൻസ്, അല്ലേ? പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കൻസ്, അത് ശരിയാണ്. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കൻസ് തന്നെയാണ്. അടുത്തത് ഏതാണ്? നായെന്താ? കാനിസ് ഫെമിലിയാരിസ്, അല്ലേ? കാനിസ് ഫെമിലിയാരിസ് ആണ് നായ വരുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് കാനിസ് ഡൊമസ്റ്റിക്കൻസ് എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, കാനിസ് ഫെമിലിയാരിസ്. ഇത് പഠിച്ച് പോകണേ. കാക്ക എന്താണ്? കാക്ക കോർവസ് സ്പ്ലെൻഡൻസ് ആണ് കാക്ക. ഇത് കറക്റ്റാണ്. അടുത്തത് മയിൽ എന്താണ്? മയിൽ നമുക്കറിയാലോ, പാവോ ക്രിസ്റ്റാറ്റസ് ആണ് മയിലെ. ഇത് തെറ്റാണ്, അല്ലേ? അപ്പോൾ ഏതെല്ലാമാണ് ശരി? 1ഉം 3ഉമാണ് ശരി, അല്ലേ? 1ഉം 3ഉം. അപ്പോൾ B ആണ് ആൻസർ ശരി. 1ഉം 3ഉം. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, കാക്ക എന്താ വരുന്നത്? കോർവസ് സ്പ്ലെൻഡൻസ്. ഓക്കെ, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ജീവികൾ ഹൃദയ അറകൾ, അല്ലേ? നമുക്ക് നോക്കാം. എത്രയാ? പാറ്റയ്ക്ക് ഏതാണ് വരുന്നത്? പാറ്റയ്ക്ക് 13 ഹൃദയ അറകളുണ്ട്. അടുത്തത് B ഏതാണ്? പല്ലിക്ക് 3. അതുപോലെ തന്നെ പക്ഷികൾക്ക് എങ്ങനെയാണ്? 1. പക്ഷികൾക്ക് എത്ര അറകളാണുള്ളത്? 4 ഹൃദയ അറകളാണുള്ളത്. മത്സ്യത്തിന് 2 ഹൃദയ അറകളാണുള്ളത്. അപ്പോൾ പാറ്റ 13, പല്ലി 3, പക്ഷി 4, മത്സ്യം 2. ഓക്കെ, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? ത്വരണമാണ് നമുക്ക് കാണേണ്ടത്. ത്വരണം എങ്ങനെ കാണാം? ചേഞ്ചിങ് വെലോസിറ്റി, അല്ലേ?
ത്വരണം കാണുന്നത് അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ഡിവൈഡഡ് ബൈ ടൈം. അതായത് ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ചിങ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വി എത്രയാണ്. ആദ്യം യു എത്രയായിരിക്കും, യു 0 ആയിരിക്കും. വി എത്രയായിരിക്കും, വി 30 പറഞ്ഞിരിക്കുന്നത്, വി 30. ടി എത്രയായിരിക്കും, ടൈം 5 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് കാണാം 30 മൈനസ് 0 ഡിവൈഡഡ് ബൈ 5 എത്രയാ, 30/5. ആൻസർ 6 ആയിരിക്കും. 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ത്വരണം, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഏതു കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഇത് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? PEN എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ചിട്ട്. RTC അല്ലേ, പ്രോട്ടോൺ ആണെങ്കിൽ ആരാണ്, റൂദർഫോർഡ്. ടി ഇലക്ട്രോൺ ആണെങ്കിൽ ജെ തോംസൻ്റെ ടി ആണ് തന്നിരിക്കുന്നത്. ന്യൂട്രോൺ ആണെങ്കിൽ ആരാണ്, ജെയിംസ് ചാഡ്വിക്ക് അല്ലേ, ജെയിംസ് ചാഡ്വിക്ക്. പ്രോട്ടോൺ റൂദർഫോർഡ്, ഇലക്ട്രോൺ ജെ തോംസൻ്റെ ടി ആണ്. എൻ എന്താ, ന്യൂട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്, ചാഡ്വിക്ക്, ജെയിംസ് ചാഡ്വിക്ക് അല്ലേ, ജെയിംസ് ചാഡ്വിക്ക്. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ. ഇത് കാണാപ്പാടം പഠിച്ചു വയ്ക്കുക. പെൻ RTC എന്ന് പറയുന്നത് കാണാപ്പാടം പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിലാരാണ് തന്നിരിക്കുന്നത്, ജെ തോംസൺ ആണ് അല്ലേ. തോംസൺ എന്താണ് കണ്ടുപിടിച്ചത്, ഇലക്ട്രോൺ ആണ്. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്, മിനുസമുള്ള പ്രതലത്തിൽ തട്ടി ഏതെങ്കിലും പ്രകാശരശ്മി പ്രതിപതിക്കുമ്പോൾ അതിൻ്റെ പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. ഓക്കെ, പതനകോണിൻ്റെ സെയിം ആയിരിക്കും അതിൻ്റെ പ്രതിപതനകോണും. അപ്പോൾ ഇവിടെ 30 ഡിഗ്രിയാണ് പതനകോൺ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രതിപതനകോൺ എന്തായിരിക്കും, 30 ഡിഗ്രി തന്നെയായിരിക്കും. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? കോൺവെക്സ് ലെൻസിൻ്റെ പവറാണ് ചോദിച്ചിരിക്കുന്നത്. പവർ ഈക്വൽ ടു 1/f ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എത്രയോ, ഫോക്കൽ ദൂരമാണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ദൂരം. 25 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ശരിക്കും മീറ്ററിലുള്ള പവറാണ് ഫോക്കൽ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിനെ മീറ്ററിലാക്കുമ്പോൾ എങ്ങനെയാണ് വരും, 25/100 അല്ലേ, 0.25 വരും. ഓക്കെ, 0.25 മീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിതിൽ നോക്കാം, P ഈക്വൽ ടു 1/f എത്രയാണ്, 0.25. അപ്പോൾ നമുക്ക് 100/25 ഈക്വൽ ടു 4 ആണ്. 4 ഡയോപ്റ്റർ ആണ് ആൻസർ വരിക, 4 ഡയോപ്റ്റർ.